സാമ്പത്തിക പഠന പരമ്പരയിലെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. വിവിധ സാമ്പത്തിക ചിന്തകളാണ് നമ്മൾ ഓരോ എപ്പിസോഡിലും ഒന്നിച്ച് കൂട്ടായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ കുറച്ചുകൂടി നമുക്കൊരു കാര്യസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സാക്ഷരതയുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകൾ പങ്കുവയ്ക്കാമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നെ കാണാൻ വന്ന ഒരു അശോക് എന്ന പേരുള്ള ഒരു ഗ്രഹനാഥനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക വിഷയം എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതീവ ശ്രദ്ധയോടെ ഞാൻ കേട്ടിരുന്നു. വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം പറയുകയായിരുന്നു, അദ്ദേഹത്തിനൊരു ചെറിയ വർക്ക്ഷോപ്പാണുള്ളത്. വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും കഴിയുകയാണ്. വളരെ കാര്യസ്ഥതയുള്ള അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ സാമ്പത്തിക ചിന്തകളുള്ള ഒരു നല്ല ഗ്രഹനാഥൻ. യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാണ് തൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ വളർത്തുന്നത്. അടുക്കളയുടെ ആവശ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഒന്നിനും കുറവ് വരുത്താതെ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് അല്പം പോക്കറ്റ് മണിയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു കുടുംബം. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. ഭാര്യയ്ക്കും മക്കൾക്കും പിടുത്തം കിട്ടിയില്ല. അദ്ദേഹം ഒരു പിശുക്കൻ എന്ന് പറയുന്നതിനേക്കാളേറെ ഒരു മിതവ്യയത്തിലേക്ക് പോകുന്നതായിട്ട് കണ്ടു. വീട്ടിൽ ചിലവ് അടുക്കള ആവശ്യത്തിനും കൊടുത്തുകൊണ്ടിരിക്കുന്ന പണത്തിൻ്റെ വിഹിതം വെട്ടിക്കുറച്ചു. യാത്രകൾ, വിനോദങ്ങൾ, പ്രത്യേകിച്ച് സിനിമ തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ എണ്ണം വളരെയധികം കുറച്ചു. മക്കൾക്ക് കൊടുക്കുന്ന പോക്കറ്റ് മണിയൊക്കെ വേണ്ട എന്ന് വെച്ചു. ഈ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഈ ഒരു മാറ്റം മക്കൾക്ക് ഒട്ടും ഉൾക്കൊള്ളാനായില്ല. മക്കൾ പലപ്പോഴും അച്ഛനോട് മറുതലിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് പഴയ അച്ഛനെ മതി, പുതിയ അച്ഛനെ വേണ്ട എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഭാര്യയ്ക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ ദേഷ്യം വന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു മിതവ്യയശീലം, ത്രിഫ്റ്റ് എന്ന് പറയും, പിശുക്കല്ല, മിതവ്യയം, ആവശ്യത്തിന് മാത്രം കൃത്യമായി ചിലവാക്കുന്ന രീതിയിലാണ് നമ്മൾ മിതവ്യയം എന്ന് വിളിക്കുന്നത്. ഇതിനിടയിൽ അദ്ദേഹം ഭാര്യയെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വർക്ക്ഷോപ്പിലെ മെക്കാനിക്കായിട്ടുള്ള കാര്യങ്ങളുടെ ചില ബാലപാഠങ്ങൾ ഭാര്യയും പഠിപ്പിച്ചു. അവളെക്കൊണ്ട് തന്നെ ഒരു 2 വീലർ സ്റ്റാർട്ട് ചെയ്യാനും ഒരു 2 വീലർ അഴിച്ചു പണിയാനും വീണ്ടും അസംബിൾ ചെയ്യാനും ഒക്കെയുള്ള ചില ബാലപാഠങ്ങൾ അവൾക്ക് കൊടുത്തു. അപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. എന്തിനാണ് ഇതൊക്കെ എന്നെ പഠിപ്പിക്കുന്നത്? ഞാൻ വർക്ക്ഷോപ്പ് നടത്താൻ പോകണം എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുമായിരുന്നു. അപ്പോഴും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ കുടുംബാംഗങ്ങൾ അറിയുന്നത് അദ്ദേഹത്തിന് വളരെ സീരിയസായ ഒരു രോഗമുണ്ടെന്ന് കണ്ടെത്തിയായിരുന്നു. ആ സീരിയസായ രോഗം മൂലം താൻ അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന ചിന്തയിൽ നിന്നാണ് അദ്ദേഹം വീട്ടിലെ കാര്യങ്ങളിൽ ഇത്രമാത്രം ഒരു കടുംപിടുത്തം, ഒരു പിടിവാശിയും വെച്ചത്. താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയും മക്കളും എങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്ത അദ്ദേഹത്തിനെ അലട്ടുകയും അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനാണ് ഭാര്യയെ തൊഴിൽ ഓടിപ്പിച്ചതും മക്കളെ ചെറിയ ജീവിതത്തിലേക്ക് നയിച്ചുകൊണ്ട് പോയതുമെല്ലാം. എല്ലാ കാര്യത്തിലും അദ്ദേഹം ഏർപ്പെടുത്തിയ സാമ്പത്തിക നിയന്ത്രണം അദ്ദേഹം തന്നെ ഭാര്യയെ പിന്നീട് ബിസിനസ് പങ്കാളിയാക്കുകയൊക്കെ ചെയ്തു. ഈ സാമ്പത്തിക നിയന്ത്രണം കുട്ടികൾക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് കാര്യങ്ങൾ അറിഞ്ഞപ്പോഴും അവർക്ക് മനസ്സിലായി അച്ഛനെടുത്ത സ്റ്റെപ്പ് വളരെ നല്ലതായിരുന്നു, വളരെ ശരിയായിരുന്നു എന്ന്. പല കുടുംബങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അച്ഛന്മാർ അല്ലെങ്കിൽ ഗ്രഹനാഥന്മാർ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരുണ്ട്. ഒത്തിരി ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർ സാമ്പത്തിക രംഗത്തെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അവരുടെ പരിശ്രമത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും അച്ഛന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രഹനാഥന്മാരെയാണ്. ഈ ഗ്രഹനാഥന്മാരെടുക്കുന്ന ചില സാമ്പത്തിക തീരുമാനങ്ങളോട് ചേർന്ന് പോകാൻ വീട്ടിലെ ബാക്കിയുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും. കാരണം അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് സാധാരണ മക്കളെ അല്ലെങ്കിൽ ഭാര്യനെ അറിയിക്കാറില്ല. പ്രശ്നങ്ങളൊന്നും അറിയിക്കാതെ കാര്യങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് എപ്പോഴും അമ്മ വലുതും അപ്പനൊരു കർക്കശക്കാരനുമാണ്. അമ്മ ആണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അമ്മ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കുടുംബങ്ങളിൽ അമ്മ എന്ന വികാരങ്ങളോട് ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് അമ്മയോട് കുറച്ച് അടുപ്പമുണ്ട്. അപ്പൻ എന്നും തീരുമാനങ്ങളോട് ചേർന്നാണ് നിൽക്കുന്നത്. ഈ തീരുമാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്ഥായിയായ ഓർമ്മകൾ പിടിച്ചു നിർത്താൻ തക്ക വിധത്തിലുള്ള അതൊന്നും അപ്പൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല. മാത്രമല്ല സ്നേഹം പ്രകടിപ്പിക്കാറില്ല.
പ്രകടിപ്പിക്കുന്ന ഒന്ന് ശരിയല്ല എന്ന് ചിന്തിക്കുന്നവരാണ്. അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്ന ഭീഷണിയുടെ മുമ്പിൽ അച്ഛനെ വലിയ ഏതോ ഒരു ഭീകരജീവിയായിട്ട് അമ്മ അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. വൈകുന്നേരങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, ചില വീടുകളിലൊക്കെ അച്ഛൻ വരുന്ന സമയമാകുമ്പോൾ വീട്ടിലെല്ലാം അങ്ങ് ചിട്ടയാകും. മക്കളുടെ പഠനവും ടി വി ഓഫ് ചെയ്യലും മറ്റ് പല കാര്യങ്ങളുമൊക്കെ അതായത് പലതും നിയന്ത്രണ വിധേയമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഗ്രഹനാഥന്മാർ എന്നും നിഴലായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അച്ഛൻ കൊണ്ട വെയിലാണ് തങ്ങളുടെ ജീവിതമെന്ന് പിള്ളേർ മനസ്സിലാക്കണമെങ്കിൽ അവരും ആ അപ്പൻ്റെ സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, 10 മാസം ചുമന്ന കഥ അമ്മ പല പ്രാവശ്യം പറയാറുണ്ട്. എന്നാൽ രാത്രിയെ പകലാക്കി മാറ്റി പണിയെടുത്ത അപ്പന്മാർ ഇങ്ങനത്തെ കഥകളൊന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെ അപ്പനെ മനസ്സിലാക്കാൻ പലപ്പോഴും പല വീട്ടിലും സാധിക്കാറില്ല. മക്കളെ തല്ലിയതിന് ശേഷം രാത്രിയിൽ ഭാര്യയോട് അവർക്ക് നൊന്തോ അവർക്ക് വേദനിച്ചോ എന്ന് ചോദിക്കുന്ന അപ്പന്മാർ നമ്മുടെ കുടുംബത്തിലുണ്ട്. അപ്പൻ കരയുന്നത് മക്കൾ കണ്ടിട്ടുണ്ടാകത്തില്ല, പക്ഷേ ഭാര്യ കണ്ടിട്ടുണ്ടാകും, അമ്മ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അമ്മമാർ പലപ്പോഴും ഇത് മനസ്സിലാക്കാറില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അമ്മയെന്ന പുഴയെ ധ്യാനിച്ച് അച്ഛനെന്ന കടലിലെത്താൻ പലർക്കും സാധിക്കാറില്ല. അച്ഛൻ ജീവിതത്തിൽ കൊടുക്കുന്ന കാണിക്കുന്ന അധികാരഭാവവും അല്ലെങ്കിൽ മറ്റ് പല പ്രയാസങ്ങളുമാണ്. തൻ്റെ കുഞ്ഞിനെ വേദനിക്കുമോ എന്ന് ഭയന്ന് അമ്മയുടെ വീർത്തു വരുന്ന ഉദരത്തിൽ ഗർഭത്തിലായിരിക്കുന്ന സമയമാണ് ഞാൻ പറയുന്നത്, പതുക്കെ തലോടുന്ന മൃദുല വികാരമാണ് അച്ഛൻ. പക്ഷെ ഇതൊന്നും ആരും മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഫ്രോയിഡ് പറയുന്നത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്, ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ കുട്ടിക്കാലത്ത് അച്ഛനെ പോലെ സംരക്ഷണം നൽകാൻ മറ്റാർക്കും പാടില്ല. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, പിടിച്ച ചിട്ടിയും അടയ്ക്കാത്ത ലോണും മൂലം ഉറക്കം നഷ്ടപ്പെടുന്ന അച്ഛന്മാർ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ധാരാളമുണ്ട്. ഇതിനെ തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളൊരു സാമ്പത്തിക വിഷയമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ സംഭവത്തിലെ അച്ഛൻ ഇത്രത്തോളം കർക്കശക്കാരനായത്? അതാണ് നമ്മുടെ വിഷയം. ഇത്രത്തോളം കർക്കശക്കാരനായത് അദ്ദേഹത്തിന് മനസ്സിലായി, പണത്തെ വളരെ കാര്യസ്ഥതയോടുകൂടി ഞാൻ കൈകാര്യം ചെയ്തില്ല എങ്കിൽ, പണത്തെ വളരെ മനോഹരമായി ഞാൻ പരിപാലിച്ചില്ല എങ്കിൽ എൻ്റെ അടുത്ത തലമുറ, അതായത് എൻ്റെ മക്കൾ ബുദ്ധിമുട്ടും. കുട്ടിക്കാലം മുതൽ ശരിക്കും സ്കൂൾ വിദ്യാഭ്യാസം മുതൽ നമ്മുടെ സിലബസിൽ വരേണ്ട ഒരു കാര്യമാണ് സാമ്പത്തിക സാക്ഷരത, ഇക്കണോമിക് ലിറ്ററസി എന്ന് പറയും, ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയും. പക്ഷേ എങ്ങനെയോ ഇത് സംഭവിക്കുന്നില്ല. ചില സ്കൂളുകളിലെങ്കിലും അവരുടെ വാല്യൂ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മോറൽ എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിലെ പുസ്തകങ്ങളിൽ ഇങ്ങനെ ഒരു ചാപ്റ്ററൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ, ഫിനാൻഷ്യൽ ലിറ്ററസി. പക്ഷേ എങ്ങനെയോ നമ്മുടെ നാട്ടിൽ ഈ ഒരു ടോപ്പിക്കിന്, ഈ ഒരു സബ്ജക്റ്റ്, ഈ വിഷയത്തിന് വലിയ പ്രചാരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ സാമ്പത്തികമായി പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ച് അറിയാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ചില എപ്പിസോഡൊക്കെ കാണുന്നവർ ചിലർ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, ഈ ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് നേരത്തെ യൗവനത്തിൽ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഉപകാരമായിരുന്നു. എല്ലാം തകർന്നു കഴിഞ്ഞ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇനി എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതിൻ്റെ ആലോചനയിലാണ് ഞങ്ങൾ. എങ്ങനെയോ നമുക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി നഷ്ടപ്പെട്ടു പോയി. പണ്ട് കുട്ടിക്കാലം മുതൽ നമുക്കറിയാം ഒരു കുടുക്ക സമ്പ്രദായം ഉണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ട് കുടുക്കയിൽ കിട്ടുന്ന നാണയങ്ങളൊക്കെ ഇടിയിപ്പിക്കുന്നു. മണി ഈസ് പ്രഷ്യസ്, പണം വിലപിടിപ്പുള്ളതാണെന്ന് പഠിപ്പിക്കുന്നു. ദേവാലയങ്ങളിൽ കുട്ടികളെ കൊണ്ട് നേർച്ചയിടിയിപ്പിക്കുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട വീതം എന്ന കൺസെപ്റ്റ് കൊടുക്കുന്നു. വീട്ടിൽ കടന്നു വരുന്ന യാചകരെ അല്ലെങ്കിൽ വഴിയിൽ കാണുന്ന ആവശ്യക്കാരെ, അനാഥരെയൊക്കെ കൊടുക്കുന്നു. ഇതെല്ലാം ഒരു പണത്തിനെക്കുറിച്ചുള്ളൊരു വിദ്യാഭ്യാസം കൂടിയാണ് ഇതിനകത്തുകൂടി എല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു സ്റ്റുവേർഡ്ഷിപ്പ്, ഒരു കാര്യസ്ഥതയുടെ പാഠത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. കാര്യസ്ഥരും എന്തിനു നമ്മൾ കാര്യസ്ഥതയുടെ പാഠത്തിലേക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കത്തോലിക്ക സഭയുടെ മതബോധനം 2427 പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ലഭിച്ച സമ്പത്തിൻ്റെ കാര്യസ്ഥത അല്ലെങ്കിൽ കാവൽക്കാരൻ ഞാനാകണം, സ്റ്റുവേർഡ്ഷിപ്പ് ഞാൻ ഏറ്റെടുക്കണം. കത്തോലിക്ക സഭയുടെ മതബോധനം CCC 2427 പറയുന്നു, അധ്വാനത്തിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. ഗോഡ് ഈസ് ദ ക്രിയേറ്റർ. ബൈബിൾ തുടങ്ങുന്നത് തന്നെ സൃഷ്ടികർമ്മം ചെയ്യുന്ന, പണിയെടുക്കുന്ന ഒരു ദൈവത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ്. മനുഷ്യനെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം, ഈ ക്രിയേറ്റീവ് വർക്കിൽ
പങ്കുചേരുക എന്നുള്ളതാണ്. ഇങ്ങനെ മനുഷ്യൻ പങ്കുചേരുമ്പോൾ അത് അവന് തന്നെ റിഡംപ്റ്റീവ്, അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഒരു രക്ഷാകരമായിട്ടുള്ളൊരു വീണ്ടെടുപ്പിൻ്റെ അവസ്ഥയിലേക്കാണ് അവൻ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈശോ മിശിഹ തന്നെ തൻ്റെ കാർപ്പൻ്റേഴ്സ് ഷോപ്പിൽ പണിയെടുത്തുകൊണ്ട് പിന്നീട് കുരിശുമരണത്തിലൂടെയൊക്കെ നമ്മളെ രക്ഷയിലേക്ക് നയിച്ചതിനെക്കുറിച്ചൊക്കെ ഈ കാർപ്പൻ്റേഴ്സ് സൺ എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് ജോൺ പോൾ സെക്കൻഡ് വിശുദ്ധൻ നമ്മളെ വളരെ കാര്യമായിട്ടൊരു തൊഴിലിൻ്റെ മാഹാത്മ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വർക്കെന്ന് പറയുന്നത്, തൊഴിലെന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ പങ്കുകാരാകുകയാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നത്. അതാണ് വർക്ക് ഈസ് അവർ ഡ്യൂട്ടി. നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ അധ്വാനത്തിൻ്റെ ഒരു സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് വർക്ക് കർത്താവ് നമുക്ക് തരികയാണ്. പൗലോസിലെ തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനം 2 തെസ്സലോനിയൻസിൽ 3-ാം അധ്യായം 10-ാം വാക്യം പറയുന്നുണ്ട്, ഇഫ് യു ആർ നോട്ട് വർക്കിംഗ് ഡോണ്ട് ഈറ്റ്. പണിയെടുക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന്. അത്രയും കർക്കശമായിട്ട് പറയുന്നത് അതിൻ്റെ അർത്ഥം നമ്മുടെ ഓരോരുത്തരുടെയും ഭക്ഷണത്തിനുള്ള വക നമ്മൾ അധ്വാനിച്ച് നേടുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ചറിയേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ പാഠങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മളെ സഭയുടെ മതബോധനവും വചനവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നു ഇത്, അല്ലേ? നമുക്കൊരു അനുഗ്രഹം, നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മളൊരു അനുഗ്രഹമായി മാറണം എന്ന് പറഞ്ഞാൽ യു ആർ എ ബ്ലെസ്സിങ് ഓർ ഐ ആം എ ബ്ലെസ്സിങ് ഇൻ മൈ വർക്ക് പ്ലേസ്. തൊഴിലിടങ്ങളിൽ ആത്മാർത്ഥമായിട്ട് തൊഴിൽ ചെയ്തുകൊണ്ട്, അതായത് ഇന്ന് ചെയ്ത് പൂർത്തിയാക്കേണ്ട പണി ഞാൻ ഇന്ന് തന്നെ പൂർത്തിയാക്കുന്നു. അതുപോലെ തന്നെ ഇത് നമ്മുടെ കോവർക്കേഴ്സിന്, നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർക്ക് നമ്മളൊരു അനുഗ്രഹമായി മാറുന്നു. ഞാൻ ഈ മിഷനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ കേരളത്തിന് പുറത്തോട്ടോ ഇന്ത്യക്ക് പുറത്തോട്ടോ മറ്റു പല രാജ്യങ്ങളിലൊക്കെ പോയി മിഷണറി പ്രവർത്തനം ചെയ്യുന്നവരെക്കുറിച്ച് നമ്മൾ ഒത്തിരി ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്. നമ്മളെല്ലാം അയക്കപ്പെട്ടവരാണ്. വി ആർ ബാപ്റ്റൈസ്ഡ് ആൻഡ് സെൻറ്റ് ഫോർത്ത്. നമ്മളെല്ലാം ജ്ഞാനസ്നാനത്താൽ അയക്കപ്പെട്ടവരാണ്. പക്ഷെ നമ്മൾ അയക്കപ്പെട്ട ഒരു പ്രേക്ഷിത വേലയുടെ ഒരു പ്രത്യേക സ്ഥലം നമ്മുടെ തൊഴിലിടങ്ങളും കൂടിയാണ്. അതായത് നമ്മുടെ തൊഴിലിടങ്ങളിൽ നമ്മളൊരു മിഷണറിയാണ്. ഇപ്പം ഞാനൊരു ടീച്ചറാണ്. എൻ്റെ ക്ലാസ് റൂം എന്നെ സംബന്ധിച്ചോളം എൻ്റെ മിഷണറി ഫീൽഡാണ്. എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന 40 കുഞ്ഞുങ്ങൾ, അവർക്ക് ഞാനൊരു മിഷണറിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവ് ഞാൻ അവർക്ക് പങ്കുവയ്ക്കുന്നു. എൻ്റെ സാമീപ്യം കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, കഴിവുകൾ കൊണ്ട്, ടൈം കൊണ്ട് അവരോടൊപ്പമായിരാൻ അവരെ വളർത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ അവിടെ അയക്കപ്പെട്ട ഒരു മിഷണറിയാണ്. അപ്പോൾ നമ്മൾ എവിടെയായിരിക്കുന്നു, ഏത് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു, ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് റൂം, വിദ്യാർത്ഥികൾ അവരുടെ മിഷണറി ഫീൽഡെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആശുപത്രിയും രോഗികളും എല്ലാം പ്രേക്ഷിത ചൈതന്യത്താൽ നിറയേണ്ട ഇടങ്ങൾ തന്നെയാണ്. ഒരു എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഉപയോഗിക്കുന്ന IT മേഖലയിലൊക്കെ ആണെങ്കിൽ ആ ഒരു എന്താ പറയുക, നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള പണികളോ മറ്റെന്തെങ്കിലും ആകട്ടെ, മറ്റൊരു കമ്പനിക്ക് വേണ്ടി, അല്ലെ വിപ്രോയ്ക്ക് വേണ്ടി, ഇൻഫോസിന് വേണ്ടിയോ TCSന് വേണ്ടിയൊക്കെ നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ നമ്മളായിരിക്കുന്ന ക്യാബിൻ അല്ലെങ്കിൽ ആ ഓഫീസ് സംവിധാനങ്ങൾ അതിൻ്റെ മിഷണറി ഫീൽഡാണെന്നുള്ള ചിന്ത വരുമ്പോഴത്തേക്കും തൊഴിലിനോടൊരു സമർപ്പണം വരുന്നു. ഈ തൊഴിലിനോട് സമർപ്പണം വരുമ്പോഴത്തേക്കും നമ്മൾ തൊഴിലിൽ നിന്നാണ് പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പണത്തോട് തന്നെ നമുക്കൊരു ബഹുമാനം. ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് മൈ വർക്ക്. മണി ഈസ് ദ റിസൾട്ട് ഓഫ് മൈ വർക്ക് ഓർ ഡൺ ബൈ മീ എന്നുള്ളത്. ഞാൻ എൻ്റെ തന്നെ കഴിവും ആരോഗ്യവും പണവും അറിവും നൽകിയതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും പണത്തെ നമ്മളൊരു വലിയൊരു എന്താ പറയുക, ഒരു പ്രഷ്യസ്, മനോഹരമായ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ദൈവം ഏൽപ്പിച്ച ഒന്ന്. അങ്ങനെ ദൈവം എന്നെ ഭരമേൽപ്പിച്ചതാണ് പണം എന്നുള്ള ചിന്ത വരുമ്പോഴാണ് നമുക്ക് പണത്തോട് ഒരു കാര്യസ്ഥത വരുന്നത്. തോന്നുന്ന പോലെ ചിലവഴിക്കാൻ പറ്റാതാകുന്നത്, എനിക്കിഷ്ടമുള്ളതുപോലെ, എനിക്ക് തോന്നുന്നത് പോലെ അങ്ങനെയൊന്നും ചിലവഴിക്കാൻ പറ്റാതാകുന്നത് ഒരു വിശ്വസ്തതയുടെ, ദ ഫിഡിലിറ്റി, ദ സ്റ്റുവേർഡ്ഷിപ്പ്, ഒരു കാര്യസ്ഥതയുടെയൊക്കെ ഒരു അടയാളമാണ്. അതുകൊണ്ടാണ് ഈ അധ്വാനത്തിൻ്റെ സുവിശേഷം നമ്മൾ ആസ്വദിക്കണമെന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കറിയാം, ഈശോ വയലിലെ കഥയെക്കുറിച്ച് ഉപമ പറയുന്നിടത്ത് പറയുന്നുണ്ട്, 11-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോഴും ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നവരെ അവൻ കണ്ടു. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിലാണ്. അവരോട് അവൻ പറഞ്ഞു,
നിങ്ങളും പണിസ്ഥലത്തോട്ട് പോവുകയും. ഈ അധ്വാനത്തിൻ്റെ സുവിശേഷം വളരെ പ്രധാനപ്പെട്ടതാണ്. 11 മണിക്കൂറിലും അലസരായി നിൽക്കാതെ ഇനിയാണേലും പണിയെടുക്കാനുള്ള സ്കോപ്പുണ്ട്, സാഹചര്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഫിലിപ്പിക്കാർക്ക് ലേഖനത്തിൽ 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നമുക്ക് സുപരിചിതമായ വാക്യമാണ്. ഗോഡ് വിൽ സപ്ലൈ ഓൾ അവർ നീഡ്സ്. എൻ്റെ ദൈവം സമ്പന്നനാണ്. ഈ സമ്പന്നനായ ദൈവം എൻ്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് തരും. ഈ സമ്പന്നനായ ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള പണം നമുക്ക് തരുന്നത് നമ്മളും കൂടി സഹകരിക്കുമ്പോഴാണ്. അതാണൊരു മാൻ ഹ്യൂമൻ കൊളാബറേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒരു ഇൻകാർണേഷൻ്റെ, ഒരു അവതാരത്തിൻ്റെയൊക്കെ മറ്റൊരു ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മനുഷ്യനും ദൈവവും ഒന്നിച്ച് ചേർന്ന ഒരു പ്രവൃത്തിയുടെ തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പ്രവൃത്തിയുടെ ഫലമാണ് പണം. അതുകൊണ്ട് തന്നെ വളരെ ദിവ്യമായ ഒരു ഡിവൈൻ അപ്രോച്ചോടു കൂടി വേണം നമ്മുടെ തൊഴിലിടങ്ങളെ കാണാൻ. നമുക്ക് ജോലി തന്ന മേലധികാരി, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം, നമ്മളൊപ്പം തൊഴിലെടുക്കുന്ന മറ്റ് സഹോദരങ്ങൾ, നമ്മളുണ്ടാക്കുന്ന ഉൽപ്പന്നം, അത് ഉപയോഗിക്കാൻ പോകുന്ന ഉപഭോക്താക്കൾ, അത് എത്തിച്ചേരേണ്ട സ്ഥലങ്ങൾ, അത് വിതരണം ചെയ്യുന്ന ഇടങ്ങൾ, ഇതെല്ലാം പരിശുദ്ധമാകണം, ഇതെല്ലാം വിശുദ്ധമാകണം. അതിന് ഞാനവിടെ ഒരു അനുഗ്രഹമായി മാറണം. അങ്ങനെ അനുഗ്രഹമായി മാറണമെങ്കിൽ നമുക്ക് 2 വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, നമുക്കറിയാം, തൊഴിലാളികളുടെ മധ്യസ്ഥനായ സെയിൻറ്റ് ജോസഫ് ഔസേപ്പിതാവ്. തൊഴിലെടുത്തതിനെക്കുറിച്ചുള്ള പിക്ചറുകളാണ് കൂടുതലും നമുക്ക് ലഭ്യമായിട്ടുള്ള തൊഴിലെടുക്കുന്ന ഔസേപ്പിതാവ്. തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഔസേപ്പിതാവിനോടാണ് തൊഴിലില്ലാത്തവർ പ്രാർത്ഥിക്കേണ്ടതും തൊഴിലിൽ വീണ്ടും വീണ്ടും ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കേണ്ടതും. കാരണം ഔസേപ്പിതാവ് ഇടപെട്ട അനുഗ്രഹങ്ങളുടെ അനുഭവങ്ങളുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ടെസ്റ്റ് എഴുതി നടക്കുന്ന PSC ടെസ്റ്റോ ബാങ്ക് ടെസ്റ്റോ മറ്റ് കോമ്പറ്റിറ്റീവ് എക്സാമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വിശുദ്ധനാണ് സെയിൻറ്റ് ജോസഫ്. രണ്ടാമത്തെ ഒരു വിശുദ്ധൻ സെയിൻറ്റ് മാത്യു ആണ്. സെയിൻറ്റ് മാത്യുവിനെ സഭ പേട്രൺ സെയിൻറ്റ് ഓഫ് ഫിനാൻസസ് എന്ന് വിളിക്കണം. അതായത് സാമ്പത്തിക കാര്യങ്ങളുടെ വിശുദ്ധൻ, കാവൽക്കാരൻ, അല്ലേ, പേട്രൺ. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഈശോയുടെ ശിഷ്യന്മാരിൽ ടാക്സ് കളക്ടറായിരുന്നു വിശുദ്ധ മത്തായി. ടാക്സ് കളക്ടർ എന്ന് പറഞ്ഞാൽ നികുതി പിരിവുകാരൻ. നികുതി പിരിക്കുന്ന ടേബിളിൽ നിന്നാണ് ഈശോ മത്തായിനെ വിളിച്ചുകൊണ്ട് പോയത്. കാരണം പണിയെടുക്കുന്നവരെയാണല്ലോ ഈശോ വിളിക്കുന്നത്. പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് അതിൽ ശ്രേഷ്ഠമായ മറ്റു പണികളെ ഏൽപ്പിക്കുന്നു. പണിയെടുക്കാത്തവനെ ഈശോയും ശ്രദ്ധിക്കുന്നില്ല. ആരെ വിളിച്ചുകൊണ്ട് പോയാലും പണിസ്ഥലത്ത് നിന്നാണ് വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അത് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടതാണ്. മത്തായിനെയും പത്രോസിനെയും അന്ത്രയോസിനെയും മീൻ കഴുകുന്ന ടേബിളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോണത്, മോശയെയും ദാവീദിനെയും അബ്രഹത്തെയും ഒക്കെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് പോകണമൊക്കെ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടതാണ്. അപ്പം നമ്മൾ ഒരു പേട്രൺ സെയിൻറ്റ് ഓഫ് ഫിനാൻസ് ആണ് സെയിൻറ്റ് മാത്യു, വിശുദ്ധ മത്തായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ വായിച്ചു പോകുമ്പോൾ പണവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഉപമകൾ കണ്ടെത്താൻ പറ്റും, ഒത്തിരി സംഭവങ്ങൾ ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ ഒരു ആംഗിളിലൂടെ ബൈബിളിനെ വായിക്കുമ്പോൾ, ബൈബിളിനെ നമുക്ക് പല രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റുമല്ലോ. ഞാനൊരു സാമ്പത്തിക വീക്ഷണത്തിലൂടെ ബൈബിളിനെ വായിച്ചെടുക്കുമ്പോഴത്തേക്കും പലപ്പോഴും പണവുമായിട്ട് ബന്ധപ്പെട്ട ഉപമകൾ, സംഭവങ്ങളൊക്കെ വിശുദ്ധ മത്തായി വളരെ മനോഹരമായി വിവരിച്ചിരിക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വായിക്കുന്നു. അതിന് സമ്പത്ത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. പലപ്പോഴും ചിലരെങ്കിലുമൊക്കെ ഈ സമ്പത്തിനെക്കുറിച്ച് പറയുന്നത് സമ്പന്നന്മാർ ഒട്ടകം സൂചിക്കുഴയിലേക്ക് പോകാൻ പറ്റാത്തതുപോലെ തന്നെ സമ്പന്നന്മാർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല, അല്ലെങ്കിൽ സമ്പത്തിനെക്കുറിച്ച് ചിന്തിച്ച് പാപം ചെയ്യരുത്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പാഠങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ നമ്മളെ പരിശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് സുപ്രീം പ്രയോറിറ്റി, അബ്സല്യൂട്ട് പ്രയോറിറ്റി പണത്തിന് കൊടുക്കരുതെന്നുള്ളതാണ്. അബ്സല്യൂട്ട് പണം നമ്മുടെ പ്രയോറിറ്റിയാണ്, മുൻഗണനയാണ്. പക്ഷെ അത് അബ്സല്യൂട്ട്, ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രയോറിറ്റി അല്ല. അതൊക്കെ അതിലും വലിയ പല കാര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറയുന്നല്ലേ, ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന ബാക്കിയുള്ള കാര്യത്തിലേക്ക് മാത്രം പോകാതെ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും, അതായത് പരിശുദ്ധാത്മാവുള്ള സ്നേഹത്തെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, എനിക്ക് പലപ്പോഴും ഒരു ഡൈക്കോട്ടമി അല്ലെങ്കിൽ ഇങ്ങനെ തോന്നാറുണ്ട്. നമ്മുടെ ചില സമ്മേളനങ്ങളിലൊക്കെ പണത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കുകയും പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ശരിയല്ല, പാപമാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട് ഉടൻ തന്നെ നമ്മൾ കേൾക്കുന്ന അടുത്ത അനൗൺസ്മെൻറ്റ്, ഈ പ്രോഗ്രാമിന് ഇത്ര ചിലവുണ്ട്, അതുകൊണ്ട് ഇത്ര ചിലവുള്ളതുകൊണ്ട് എല്ലാവരും ഇത്ര രൂപ വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് തരണം എന്ന് പറഞ്ഞ് പണം കളക്ട് ചെയ്യുന്ന രീതിയും കാണുന്നുണ്ട്. അപ്പോൾ പണം അതിനാൽ തന്നെ തെറ്റല്ല.
പണത്തോടുള്ള മനോഭാവവും നമ്മൾ എപ്രകാരം പണത്തെ സ്വീകരിക്കുന്നു എന്നുള്ള പ്രയോറിറ്റിയാണ് നമ്മൾ. അപ്പം നമുക്ക് വേണ്ടതൊരു പ്രൂഡൻറ്റ് മാനേജ്മെൻറ്റ്, വിവേകപൂർണമായ ഒരു മാനേജ്മെൻറ്റാണ് നമ്മൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. അവിടെ നമ്മളൊരു കാര്യസ്ഥരാകുന്നു. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവർ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കും. അപ്പോൾ കർത്താവ് തന്നെ പറയുന്നില്ലേ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങളൊരു ടവർ, ഒരു ഗോപുരം പണിയാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനുള്ള വകയുണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുന്നു, അതെല്ലാം സ്വരുക്കൂട്ടുന്നു. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ പണിത ഗോപുരത്തിൻ്റെ പണി പൂർത്തിയാക്കാതെ വരുമ്പോഴത്തേക്കും മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുകയോ അവഹേളിക്കുകയോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് പ്ലാൻ എഹെഡ് എന്ന് പറയും. ബട്ട് പ്ലാൻ വിത്ത് ഗോഡ്, അത് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടാണ്. ഹൗ ക്യാൻ ബി പ്ലാൻ വിത്ത് ഗോഡ്, ദൈവത്തോടൊപ്പം എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മളൊരു കാര്യസ്ഥതയെക്കുറിച്ചാണ് പറയുന്നത്, സ്റ്റുവേർഡ്ഷിപ്പ്. എന്തുകൊണ്ട് ഞാൻ കാര്യസ്ഥതയാകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഞാൻ എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല അധ്വാനിച്ച് പണമുണ്ടാക്കിയത്. എനിക്ക് ദൈവം തന്ന കഴിവുകൾ കൊണ്ടാണ് ഞാൻ അധ്വാനിച്ച് പണമുണ്ടാക്കിയത്. അതുകൊണ്ട് ദൈവം തന്ന ഈ ദാനത്തെ അതിമനോഹരമായി സുവിശേഷ ചൈതന്യത്തോടുകൂടി ഒരു മിഷണറി സ്പിരിറ്റോടുകൂടി നമ്മൾ സ്വീകരിക്കുക, ഉൾക്കൊള്ളുക, മനോഹരമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റുന്നത്. ചില മനുഷ്യർ കൂടുതൽ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അത് അവരുടെ സ്റ്റുവേർഡ്ഷിപ്പിൻ്റെ, അവരുടെ കാര്യസ്ഥതയുടെ പ്രതിഫലമാണ്. അവർ ധാരാളമായി അവരെ ദൈവം വളർത്തുന്നത് അത്രത്തോളം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞെന്നാൽ. നിങ്ങളെ ഏൽപ്പിക്കാൻ എങ്ങനെ സാധിക്കും എന്നൊരു ചോദ്യം കർത്താവ് ചോദിക്കുന്നുണ്ടല്ലോ. ധാർമ്മിക ധനം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക്, അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ച പണത്തെ അതിമനോഹരമായി സുവിശേഷാത്മകമായി മിഷണറി ചൈതന്യത്തോടുകൂടി നമ്മുടെ തൊഴിലിടങ്ങളെ, തൊഴിൽ മേധാവിയെ, തൊഴിൽ സാഹചര്യങ്ങളെ, കൂടെ ജോലി ചെയ്യുന്നവരെ നമുക്ക് കരുതാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെയും അനുഗ്രഹിക്കണമേ, എൻ്റെ മേലധികാരികളെ അനുഗ്രഹിക്കണമേ, എൻ്റെ തൊഴിൽ സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ, എൻ്റെ തൊഴിലിടങ്ങളെ മനോഹരമാക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ടാകണം. നമ്മൾ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ സാഹചര്യത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നതിന് നന്ദി പറയുന്നു, ഇവരെല്ലാവരെയും സമർപ്പിക്കുന്നു, എന്നെ ഈ ജോലി ഏൽപ്പിക്കാൻ തയ്യാറായ ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില നന്ദിയുടെ വാക്കുകളായിരിക്കണം തൊഴിലിടങ്ങളിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ നമ്മൾ നന്ദിയോടെ സമീപിക്കുമ്പോഴാണ് നമുക്ക് പണം സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. അതൊരു ബിസിനസ്സാകാം, ജോലിയാകാം, മറ്റെന്തുള്ള നമുക്ക് പണം സൃഷ്ടിക്കാൻ സാധിക്കുന്നത്, പണത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്, പണത്തെ കുറേ കൂടി കാര്യസ്ഥതയോടുകൂടി വീക്ഷിക്കാനാവുന്നത്. ചില വ്യക്തികളെങ്കിലും പണം കൈകാര്യം ചെയ്യുന്ന രീതി കാണുമ്പോൾ എനിക്ക് അവരോട് ബഹുമാനം തോന്നാറുണ്ട്. അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനൊരു ക്ലാസ്സിൽ കുട്ടികളെ നോട്ട് കയ്യിൽ കൊടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെ കാണുന്നു എന്നൊക്കെ എഴുതാൻ പറഞ്ഞൊരു ആക്ടിവിറ്റി കൊടുത്തു. അപ്പോൾ ഗവർണറുടെ സിഗ്നേച്ചറുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തർ അതിനകത്ത് കാണുന്നതെല്ലാം എഴുതുവാണ്. ഇതെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ആ നോട്ടിനോടൊരു ബഹുമാനം വരുന്നു. ഇത്രയും കാര്യങ്ങൾ സർക്കാർ നമുക്ക് തരുന്ന, അച്ചടിച്ച് തരുന്ന ഈ നോട്ടിലുണ്ടെന്ന് ആ കുട്ടികൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് അവരോടുണ്ടായ ഒരു ബഹുമാനത്തിൻ്റെ ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് വരുവാണ്. ഇതേ ബഹുമാനം നമ്മുടെ സമ്പത്തിനോട്, പണത്തിനോട്, സാഹചര്യങ്ങളോട്, സ്വത്തിനോട്, കഴിവുകളോട് നമുക്കുണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടെ ദൈവം ഏൽപ്പിച്ച പണത്തെ കാര്യസ്ഥതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള കൃപ ലഭിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി.